അന്താരാഷ്ട്ര ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ക്യാൻസറിനെതിരെ ഒരുമിക്കാം എന്ന സന്ദേശം ഉയർത്തി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും വർക്കല ബ്ലോക്ക് പഞ്ചായത്തും അയന്തി സ്നേഹ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിക്ക് മുമ്പായി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമായി. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ്സിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ രോഗമാണ് ക്യാൻസർ. 2 വർഷം മുമ്പത്തെ സർവേ നോക്കുമ്പോൾ വളരെ അപൂർവമായി മാത്രം കണ്ടിരുന്ന ഒരു അസുഖം. നമ്മളിങ്ങനെ അഡ്വർടൈസ്മെന്റിന്റെ പിന്നാലെ പോയി ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും പിന്നെ കറിപ്പോളീസും സോഫ്റ്റ് ഡ്രിങ്ക്സും അതിനെ തുടർന്ന് മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ ശാരീരികമായും മാനസികമായും സാംസ്കാരികമായും ഒക്കെ നമ്മുടെ ആരോഗ്യം മൊത്തത്തിൽ തകരുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അരുതേ 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 എന്ന് വിലക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. 3 തവണ അരുത് അരുതേ അരുത് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിക്കരുത്, പറയരുത്, പ്രവർത്തിക്കരുത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് 3 തവണ പറഞ്ഞു അരുതേ. പക്ഷെ നമ്മൾ കേട്ടില്ല. നമ്മുടെ സമൂഹം അത് ഉൾക്കൊള്ളാൻ പ്രായോഗികമാക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, മദ്യം എന്ന വാക്കിന്റെ നിർവചനത്തിൽ അന്ന് കറുപ്പ്, കഞ്ചാവ്, പുകയില തുടങ്ങിയത്. കറുപ്പ്, കഞ്ചാവ്, പുകയില തുടങ്ങി മനുഷ്യന്റെ ബുദ്ധിക്ക് ഭ്രമത്തെ ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഇന്നത്തെ പുതിയ പേരുകളൊക്കെ വരുന്നു. അപ്പൊ മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ തിരിച്ചു വരുന്നതിൽ 10-12% വരെയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ മയക്കുമരുന്ന് കണ്ടപ്പെട്ടു പോയാൽ അയാളെ നശിച്ചു എന്ന് മാത്രമല്ല, കുടുംബവും പരിസരവും നശിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. ഒരു തിരിച്ചുവരവുള്ള സാധ്യതയില്ല. വന്നാലും ക്രിയേറ്റീവായി അയാൾക്ക് ഈ സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഈ പുതിയ പരസ്യങ്ങളും പാശ്ചാത്യ ലോകത്തിന്റെ ഭക്ഷണ മാതൃകയൊക്കെ അനുകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ തന്നെ അറിയാൻ ഞങ്ങൾ സ്കൂള് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണമായാലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്ക 90% ബേക്കറി സാധനങ്ങളാണ്. കാരണം അമ്മമാർക്ക് സമയമില്ല. പണ്ടൊക്കെ ദോശ ഉണ്ടാക്കി കൊടുക്കും, ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് എസ്.കെ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ക്യാൻസർ പ്രതിരോധ നടപടികളെക്കുറിച്ചും ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ക്ലാസിൽ വിശദീകരിച്ചു. കെമിക്കൽസിനെ കുറിച്ചും നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡ് യുഗത്തിലേക്ക് മാറുന്നതും നമുക്ക് പാക്ഡ് ഫുഡ് യുഗത്തിലേക്ക് മാറുന്ന കാര്യത്തെ കുറിച്ചൊക്കെ എല്ലാം. കാരണം ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ഒരല്പം ബയോളജിയുടെ കാര്യം കൂടെ ചേർത്ത് പറഞ്ഞാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ആ ബയോളജിയിലേക്ക് എനിക്കിപ്പം നിങ്ങളൊക്കെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത ആഹാരം നല്ലതാണ്, കെമിക്കൽസ് ഉപയോഗിച്ച് കൃഷി ചെയ്ത നല്ലതല്ല എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയണമെങ്കിൽ അതിന്റെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യം പറയാം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുശീലൻ, ജി കുഞ്ഞുമോൾ, സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ എസ് രവീന്ദ്രൻ, കെ ജോസ്, നഴ്സിംഗ് സൂപ്രണ്ട് എസ് സിന്ധു എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ഡോക്ടർ അലീഷ ആനി ജവഹർ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധത്തെ സംബന്ധിച്ച പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, അംഗനവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ വർക്കല ബ്ലോക്കിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ സീനത്ത് സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി നന്ദിയും പറഞ്ഞു. ബീക്കൺ ന്യൂസ്, വർക്കല.